കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോ ചെയ്തിട്ട്. എന്നോട് ഡെയിലി വീഡിയോ ചെയ്യാൻ സ്നേഹത്തോടെ പറയണം ഒരുപാട് കൂട്ടുകാരുണ്ട്. പിന്നെ നമ്മൾ വീഡിയോ കുറേ ദിവസം ചെയ്യാതിരുന്നപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വന്ന് അന്വേഷിച്ച് ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ. നിങ്ങളൊന്നും പറഞ്ഞ വാക്കിന് ഒരു വില തരാതെ ഇരിക്കുന്നത് കാരണം കൊണ്ടൊന്നുമല്ല ഞാൻ വീഡിയോ ഇടാത്തത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു പോയപ്പോൾ ആകെ ഒന്ന് സ്റ്റെക്കായി പോയതാണ്. എന്ത് ചെയ്യാൻ നെക്സ്റ്റ് എന്ന് ചെയ്യുന്ന ആ ഒരു ഐഡിയ ഇല്ലാതെ ഒന്ന് സ്റ്റെക്കായി പോയ കാരണം കൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാതിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും പുതിയ വർഷം വരികയാണല്ലോ. പുതിയ വർഷത്തെ എൻ്റെ ഏറ്റവും വലിയ തീരുമാനം ഏത് സാഹചര്യത്തിലാണെങ്കിലും ഞാൻ എൻ്റെ വീഡിയോ നന്നായിട്ട് ചെയ്യും. എൻ്റെ ചാനൽ നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകും. എൻ്റെ നാലുപുറം നടക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ടും ഞാൻ ചിന്തിക്കില്ല എന്നുള്ള കാര്യമാണ് ഞാൻ ഈ ന്യൂ ഇയറിൽ എടുക്കാൻ പോകുന്ന തീരുമാനം കേട്ടോ. അപ്പോൾ തലേ ദിവസം നമ്മൾ വീട്ടിലേക്ക് വന്നിരുന്നായിരുന്നു. നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഈ റൂമിൽ നിലത്തും ബെഡ്റൂമിലും ഒക്കെ ആയിട്ട് കിടക്കും, കട്ടിലൊക്കെ ആയിട്ട് കിടക്കും. ഇവിടെ നല്ല അടിപൊളി ബെഡൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ താഴെ കിടക്കാനും നല്ല രസമാണ് കേട്ടോ. താഴെ എല്ലാവരും കൂടി റൂമിൽ കിടന്നിട്ട് AC അങ്ങോട്ട് ഓൺ ചെയ്താൽ പിന്നെ വർത്തമാനം പറഞ്ഞ് ചിരിച്ച് കളിച്ച് രാത്രി കുറേ നേരം കഴിയും ഉറങ്ങാൻ. പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഉറക്കമാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. എല്ലാവരും കൂടി ഒരുമിച്ച് കിടക്കുന്നത്. പിന്നെ രാവിലെ നീക്കുമ്പോൾ ഈ ബെഡ്ഷീറ്റും കിടക്കയും പായൊക്കെ ഒന്ന് വിരിച്ച് മടക്കി എടുത്തു വെക്കണം. അത് മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു പ്രശ്നമായിട്ടുള്ളത്. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് വെക്കേഷന് ഞാനും ജാസ്മിൻകുട്ടി നബിലുട്ടിയൊക്കെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പം നമുക്കിന്ന് പട്ടാമ്പി വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഹലോ ഹാഡിയേഴ്സ്, അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം കേട്ടോ. ഞാൻ കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ അറിയാമല്ലോ, ഞാൻ പട്ടാമ്പി വീട്ടിലാണ് കേട്ടോ. നമ്മൾ പെരുന്തമണ്ണയ്ക്ക് മാറുന്നതിൻ്റെയും 1-2 മാസം മുമ്പ് വന്നതാണ് ഞാൻ പട്ടാമ്പിക്ക്. അപ്പോൾ അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ക്രിസ്മസ് അവധിയാണല്ലോ. നമുക്കിവിടെ ജാസ്മിൻകുട്ടി നബിലുട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ ഷെഫ്മോൻ്റെ നിശ്ചയമായ കാരണം കൊണ്ട് ശൈലത്ത് വന്നിട്ടില്ല, നജീസ് വന്നിട്ടില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്ക് പട്ടാമ്പി വീട്ടിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കാണാം കേട്ടോ. ഈ കിളീനെ കൊണ്ടൊന്നും പറയിപ്പിക്കുന്നൊന്നുമില്ല, കിളീൻ്റെ സൗണ്ടാണ് തന്നെ കൂടുതൽ കേൾക്കുക. ഇന്നുമോള് രാവിലെ തന്നെ വാപ്പാൻ്റെ കൂടെ പുറത്തേക്ക് പോകാണല്ലോ. വാപ്പക്ക് നമ്മളെ പാപ്പാക്ക് ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അഭിപ്രായം പറയാനാണ് ഈ പോണത്. വിളിച്ചു പേടി. ഞാൻ ഡ്രസ്സ് ഇതുവരായിട്ട് ഒറ്റയ്ക്ക് പോയി എടുത്തിട്ടില്ല. ഞാനാണ് വാപ്പാക്ക് സജഷൻ ചെയ്തെടുക്കാൻ പോണത്. എനിക്കറിയില്ല ഞാൻ എന്താ കാട്ടുക. വേഗം ചെയ്തോളൂ. നമ്മൾ പിന്നെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് ഒന്നും ചെയ്യാൻ നിൽക്കില്ല കേട്ടോ. എനിക്ക് നമ്മൾ വീട്ടിൽ വരുമ്പോഴാണ് എനിക്ക് വേറെ ആരെങ്കിലും കുക്ക് ചെയ്ത സാധനം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുക്കിംഗ് ഞാൻ വീട്ടിൽ വന്നാൽ ചെയ്യാറില്ല. നമുക്ക് പിന്നെ പണ്ടും എന്നും നമുക്ക് ക്ലീനിങ് ആണ് നമുക്ക് പ്രിയം. അപ്പോൾ ഞാൻ രാവിലെ ബാത്റൂമും വാഷ് ബേസും തുടക്കവും ഒക്കെ ചെയ്യാം എന്നുള്ളത് ഏറ്റെടുത്തു. ജാസ്മിൻകുട്ടി കിച്ചനും ഏറ്റെടുത്തു കേട്ടോ. നബിലൂട്ടിയുടെ ഫ്രണ്ട്സുമായിട്ട് മറ്റേ ചെറിയൊരു ടൂർ പ്രോഗ്രാം ഉണ്ട് അവൾക്ക്. അപ്പോൾ അവളിന്ന് പുറത്താണ്. ഏതാ ഇപ്പോൾ എല്ലാവരും ഒരു ഒത്തൊരുമ, എല്ലാ എരുമകളും നല്ല ഒത്തൊരുമയിലാണ്. അല്ല, എന്താ നിങ്ങളൊക്കെ ഉദ്ദേശം? എന്താ നിന്റെ ഉദ്ദേശം? നീയാണോ വാപ്പാനെ കൂടെ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഒന്നാണ്? ഞാൻ പോയിട്ട് വരാം. ഓക്കെ, ചെയ്യാം. ഞാൻ വിളിക്കണ്ടോ? ഷെഫ്മോൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് വാപ്പക്ക് ഷർട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാപ്പ ഇൻറ്റുമോളെ കൊണ്ടുപോകുന്നു കേട്ടോ. എന്നെ വാപ്പ വിളിച്ചതാണ്. പക്ഷേ എനിക്ക് വാപ്പക്കൊക്കെ സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇൻറ്റുമോൾക്ക് പിന്നെ ബുദ്ധിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഓൾക്ക് പിന്നെ വലിയ പേടിയൊന്നുമില്ല. അതുകൊണ്ട് ഓളാണ് വാപ്പക്ക് ഷർട്ട് സെലക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഓൾക്ക് എന്തോ 1-2 സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് കേട്ടോ. അങ്ങനെ വാപ്പയും ഓളും കൂടി പോയിട്ട് രാവിലെ എന്നിട്ട് ചാവടിച്ചിക്കണോ? നിങ്ങളൊക്കെ എന്തോന്ന് വിചാരിച്ചു ചാവടിക്കണ്ടേ? വായോ എല്ലാരും വായി ചാവടിക്കാന്. നിനക്ക് ഞാൻ വിളിച്ചിട്ട് എന്തൊരു കൂസലില്ലാത്ത? എല്ലാരും വരും. പോരെ ഓ, ആരാടാ പല്ലേക്കാത്തോന്? കറിയിക്കുന്നില്ല, ക്യൂ നിക്കുന്നത്. ഓ, ഇവനക്ക് ഇത്രയും കറിയോ? നമുക്ക് ഡ്രസ്സ് അടിക്കാൻ വേണ്ടി മെച്ചിൻ്റെ ജാക്കറ്റും പിന്നെ എനിക്കൊരു ഓവർകോട്ടും അടിക്കാനുണ്ടോ. നമ്മളിവിടുത്തെ ബിനാസിൻ്റെ ഷെബ്നാൻ്റെ ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ജാസ്മിനും. അതൊക്കെ ഞങ്ങൾ പോയിച്ചു കേട്ടോ. ഇപ്പോൾ വലിയ ഇതായിട്ട് പോകുന്നുണ്ട്. എൻ്റെ അനിയത്തിയാണ് കേട്ടോ ആള്. കണ്ടാ എനിക്ക്
ശരിക്കും ഒരു കാര്യം പറയട്ടെ, എനിക്ക് അനിയത്തിയെന്ന് ആലോചിക്കുമ്പോഴേ എനിക്ക് നീ എൻ്റെ അനിയത്തിയാണോ എനിക്ക് തീർക്കും മനസ്സിലാവുന്നടി എന്താ അങ്ങനെ ചെറിയ കുട്ടികളെ പോലെ മറ്റേ അതിരത്തിൽ പറിച്ചിട്ട് നടക്കണേ. നമ്മൾ നേരെ പോണത് ബിനാസ് ഡിസൈൻസിലേക്കാണ് കേട്ടോ. ബിനാസ് ഡിസൈനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഏറെക്കുറെ പേർക്ക് അറിയാൻ തോന്നുന്നു. കാരണം ഞാൻ നിബിലൂട്ടി ഇന്നുമോളാണെങ്കിലും ഷൈജാത്താണെങ്കിലും എല്ലാവരും ബിനാസ് ഡിസൈൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങൾ മുൻപും കണ്ടിട്ടുണ്ടാവും. നെബിലൂട്ടർ ബർത്ത്ഡേ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ, ഏതാണ് ഈ ഡ്രസ്സ് എവിടുന്ന് എടുത്ത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ അത്യാവശ്യം ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഈ ഡീറ്റെയിൽസ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ നമ്പർ ഇവിടെ കൊടുക്കാം കേട്ടോ. ഇത് നെബിലൂട്ടിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ബിനാസ് എനിക്ക് ഡിസൈൻ ചെയ്ത് തന്ന ഡ്രസ്സാണ് കേട്ടോ. ഭയങ്കര രസമുണ്ട്, നല്ല മെറ്റീരിയലായിരുന്നു. നല്ല ഇത് ഒരു നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പോലത്തെ ഈ കളർ ടോണുള്ള ആൾക്കാർക്കൊക്കെ നിറം ഒന്നും കൂടെ ഇങ്ങനെ എടുത്ത് കുറച്ചുകൂടി മറ്റേ എന്താ പറയുക, നല്ല മുഖത്തിനൊക്കെ നല്ലൊരു ഷൈനിങ് ഉണ്ടാവും ഈ ഒരു കളറിന് അല്ലേ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഡ്രസ്സ്. അങ്ങനെ പിന്നെ ഇവിടെ ഡ്രസ്സുകൾ മാത്രമൊന്നും അല്ല കേട്ടോ, റെൻ്റൽ ഓർണമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ജാസ്മിക്ക് അത് നോക്കാനും കൂടിയാണ് വന്നിരിക്കണത്. കയ്യോ അതടിപൊളി ഉണ്ടീ. അത് പറ്റിയില്ലേ, കുറച്ച് ഓവറായാലും ശ്രദ്ധിക്കുള്ളൂ. അത് നന്നായി, രസമുണ്ട്. പടം കിട്ടിയില്ലേ, സന്തോഷമായില്ലേ ഗോപിയേട്ടാ? ആടി രസമുണ്ട് കുഞ്ഞേ. ഇനി അവൾക്ക് വലിയാഞ്ഞിട്ടാ, അത് നന്നായിട്ടുണ്ട്. അതിരുന്നോട്ടെ. ഇത് റെഡ് കളറ് രസമുണ്ടല്ലോ അല്ലേ. ഇത് നാഗവല്ലിന്റെ പോലെ ഓരോന്ന് എടുത്തിട്ട് പരിശോധിച്ച് നോക്കുക. ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഓരോന്ന് പരിശോധിക്കുമ്പോൾ കമന്റ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നല്ലോ. ഇത് നിന്റെ ഡ്രസ്സിന് മാച്ചിങ് അല്ല. എൻ്റെ ജാസ്മിൻ കുട്ടി കുറച്ച് നേരമായി പലതും കണ്ട് അന്തം വിട്ടിരിക്കണത്. ഇതന്നെ എൻ്റെ ഡ്രസ്സ്. ചോക്കറാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റൊരു രസമുണ്ട്, ഇതൊരു രസമുണ്ട്. കവറിലൊന്നുമില്ല, കവറിൽ എന്റെ ചെരുപ്പാടാ. എന്താ സായിക്കുട്ടി എന്നേരത്തേക്ക് ഇറങ്ങ്. എല്ലാവർക്കും ഒന്നുള്ളു, പിന്നെ എങ്ങനെ എനിക്ക് രണ്ടെണ്ണം. ഞങ്ങൾ ബിനാസിൻ്റെ അവിടെ പോയി വന്നു. ജാസ്മിൻ കുട്ടി കുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. കോഴിയാണോ? കോഴിക്കറി. എനിക്കുള്ളൊരു പണിയുണ്ട് കേട്ടോ. നമ്മളിവിടെ കുറെ തേങ്ങ ഉണ്ട്. ഉമ്മച്ചി പറഞ്ഞിരിക്കണത് എത്ര തേങ്ങ പൊളിക്കാൻ പറ്റും അത്രയും തേങ്ങ പൊളിച്ചു കൊണ്ടുപോയിക്കോളെന്ന് പറഞ്ഞിരിക്കണത്. ഞാൻ ഇന്നലെ ഒരു 4 തേങ്ങ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്നെ കൊണ്ട് കഴിയുന്ന അത്ര തേങ്ങ പൊളിച്ച് കൊണ്ടുപോയേക്കണം. അതാണ് എൻ്റെ പരിപാടി. അപ്പൊ നമ്മള് എത്ര ദിവസം 2 ദിവസം പോരാ. 2 ദിവസമായിട്ടുള്ളൂ. ശനി ഞായർ അല്ലേ? ശനിയാഴ്ച രാവിലെ നമ്മള് ആണോ? വെള്ളിയാഴ്ച വൈകുന്നേരം. വെള്ളിയാഴ്ച വൈകുന്നേരം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ. ഏകദേശം 4 ദിവസമായി. ഓ മൈ ഗോഡ്, 4 ദിവസം. അപ്പൊ 4 ദിവസം നമ്മള് പട്ടണ വീട്ടിൽ 4 ദിവസമായി. ഞാൻ എവിടേക്കോ കുഞ്ഞു വീഡിയോസ് എടുത്തിട്ടുള്ളൂ. വീഡിയോ എടുക്കുന്ന മൂടൊന്നും അല്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ കുറേ ദിവസത്തിന് ശേഷം പട്ടണ വീട്ടിലേക്ക് വന്നത്, എന്റെ സ്വന്തം വീട്ടിൽ കുറെ മാസത്തിന് ശേഷം. അപ്പൊ വീഡിയോ എടുക്കാനും മൂടൊന്നല്ലായിരുന്നു. അപ്പൊ എന്തൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടോന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും നമ്മൾ പോകുന്ന ദിവസമാണ്, വീട്ടിൽ കഴിച്ച് പോകുന്ന ദിവസമാണ്. അപ്പൊ നമുക്ക് നമ്മള് സാധാരണ നമ്മള് അങ്ങനെയാണല്ലോ പറച്ചില്. നമ്മൾ നമ്മള് സ്വന്തം വീട്ടിൽ കല്യാണം കഴിഞ്ഞ പെൺമക്കള് സ്വന്തം വീട്ടിലേക്ക് ഒരു സെഞ്ചുറിന് പോയിട്ട് തിരിച്ചു പോകുന്നത് ചാക്കൊണ്ടായിരിക്കുന്ന പറഞ്ഞത്. എന്നാ പോലെ ചാക്കിൽ കൊണ്ടുപോകാൻ സാധനങ്ങളുമായിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. നമ്മളെ നെബിലൂട്ടി റേസുകളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ വേറെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ തേങ്ങൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി എടുത്തിട്ട് വീടിന്റെ ഉമ്മർത്ത് കൊടുന്ന് വെക്കണം. ഇനി ഓട്ടം വരുമ്പോൾ നമ്മൾ എങ്ങാനും മറന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ റൈസ് കുക്കർ അങ്ങോട്ട് എടുത്തുകൊണ്ട് ഞാൻ മാത്രമല്ല കേട്ടോ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത്. ഇനി മറ്റേ അതെ കുറവ് എത്താൻ പറ്റില്ലല്ലോ. ഇല്ല, കുറവ് എത്താൻ പറ്റില്ല. ഇത് നമുക്ക് എൻഗേജ്മെന്റിനാണ് ഡ്രസ്സാണ്. നെബിലൂട്ടിയാണ് കേട്ടോ എൻഗേജ്മെന്റില് മോളുടെ ഡ്രസ്സ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. വേറെ സ്പോൺസർഷിപ്പും കൂടി
അതെന്ത് സ്പോൺസർഷിപ്പാ? ചെരുപ്പ് കൂടി ഓരോ സ്പോൺസർഷിപ്പാ? നമുക്ക് എൻഗേജ്മെന്റിന്റെ ഡ്രസ്സ് അപ്പൊ കാണാല്ലേ? ഇപ്പൊ തന്നെ കാട്ടി കൊടുക്കണ്ട. എൻഗേജ്മെന്റിന്റെ ഗെറ്റ് റെഡി ഉണ്ടാവും. കമ്മല്, നെറ്റിച്ചുട്ടി, ഇതൊക്കെ ഇന്നെ കണ്ടാൽ നബിലാമാൻ ഓർമ്മ വരും. ഓർമ്മ വന്നാ മതി. ഓ, ഇവിടെ ഇപ്പോഴും അതിർത്തിയില് വെടിവെപ്പ് നിന്നിട്ടില്ല. ഓ എന്റെ പൊന്നെ, ഈ വെടിവെപ്പ് നിങ്ങൾ കാശ്മീരിൽ നടത്തിട്ടെങ്കിൽ ഇന്ത്യക്ക് ഒരു ഉപകാരം വന്നിരുന്നു. നിങ്ങളൊരു പൊന്നെ. അങ്ങട്ടെ ആ ഷോപ്പിനൊക്കെ നോക്കിട്ട് എനിക്ക് എന്താ മനസ്സിലാവുന്നത്? അതല്ല, വേറെ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എന്റെ അനിയൻ മാത്രമേ ഉള്ളൂ. എന്റെ അനിയൻക്ക് ഒരു ട്രൗസർ മാത്രമേ പറ്റുള്ളൂ, വേറെ സാധനം എടുത്തിട്ട് പറ്റില്ല. ടീഷർട്ടൊക്കെ 4-5 എടുത്തോണ്ട് നിൽക്കണ്. ഗായ്സ്, ഇവർക്ക് പെരുന്തമണ്ണ തൂതക്കൊക്കെ പോകാൻ വേണ്ടി കാറ് വാഷ് ചെയ്തോണ്ടിരിക്കണ വാപ്പ. ജസ്റ്റ് തുടക്കണുള്ളൂ എന്നാ പറഞ്ഞത്. പാവം വാപ്പ ഒറ്റക്ക് കഴുകുക. കാറ് കഴുകാൻ എനിക്കറിയില്ല, വീട്ടിൽ കാറില്ലല്ലോ. ഇവര് എന്റെ മമ്മിനോട് ഞാന് പോസ്റ്റ് ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. നമ്പർ ഗൂഗിൾ സെർച്ച് ചെയ്ത്. ഓ മൈ ഗോഡ്, എന്നാ വേഗം വിളി അങ്ങോട്ട്. പാസ്പോർട്ട് വേണ്ട എനിക്ക്. ജാസ്മിൻ കുട്ടി ഉച്ചപരിപാടിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കട്ടോ. ജാസ്മിൻ കുട്ടി പക്ഷേ വലത്തെ കയ്യിൽ മാത്രമാണ് ഗ്ലൗസ് എടുക്കുള്ളൂ. എന്താ ജാസ്മിൻ കുട്ടിയെ വലത്തെ കൈ മാത്രം ഗ്ലൗസ്? സ്വന്തം കൈ കൊണ്ട് തന്നെ കുക്കിംഗ് ചെയ്യണം. ഗ്ലൗസ് ഇട്ട കൈ പറ്റില്ല. അപ്പൊ ഇടത്തെ കയ്യിൽ കുക്ക് ചെയ്യുന്ന നിബിലുട്ടിയാ, അന്റെ ബർത്ത്ഡേ കേക്ക് ബാക്കി ഫ്രിഡ്ജിൽ വെക്കണേ. കഴിക്കാം, കഴിക്കല്ലേ? എന്നാ ഞാനിപ്പോ തന്നെ എടുത്താലോ? എന്നാ ഞാനിപ്പോ തന്നെ സ്വീറ്റ്സ് കഴിക്കുന്ന കാലുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മള് ജാസ്മിൻ കുട്ടി വായിക്കുന്ന ബുക്സുകളാണ് കേട്ടോ. ജാസ്മിൻ കുട്ടിക്ക് ബുക്ക് വായന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അവളുടെ ഹോബി. ഈ ജാസ്മിൻ കുട്ടിക്ക് ചാനൽ ഉണ്ടോ എന്ന് പലരും ചോദിക്കാറില്ല. ഈ ബുക്കെല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് അവൾക്ക് ചാനലും കൂടി നോക്കാനുള്ള ആ ഒരു സമയം അവൾക്ക് കിട്ടൂല. കുട്ടി വായിച്ച് ഏതോ ഒരു ഭയങ്കര ബുദ്ധിജീവിൻ്റെ പോലെ ആയിക്കണു. കഥ വായിക്കൽ മാത്രമല്ല കേട്ടോ, അവൾ ചെറുതായിട്ട് കഥകളും എഴുതും ജാസ്മിൻ കുട്ടി. ഇൻഷാ അല്ലാ ഞാൻ ചില വീഡിയോകളിലൊക്കെ ഉള്ള കഥകളൊക്കെ ഞാനൊന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് വായിക്കുമ്പോൾ ഇതിൻ്റെ അനിയത്തിയാണോ അത് എഴുതിയത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. ഇത് നമ്മൾ തലേ ദിവസം ആയിരുന്നല്ലോ നിബിലൂട്ടിയുടെ ബർത്ത്ഡേ. അപ്പോൾ ബർത്ത്ഡേയുടെ കേക്ക് ബാക്കി ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് എന്നെക്കൊണ്ട് കഴിയും വിധത്തിലൊക്കെ കേക്ക് കഴിച്ചു. ഇനി ജനുവരി 1 വന്നിട്ടുണ്ടെങ്കിൽ സ്വീറ്റ് ഒന്നും കഴിക്കില്ല എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. ഒക്കെ നടന്നാൽ മതിയായിരുന്നു. അങ്ങനെ അപ്പോൾ നമ്മളിന്ന് എല്ലാവരും തിരിച്ചു പോവുകയാണ് കേട്ടോ. ഞാനിന്ന് പെരുന്തമണ്ണയ്ക്ക് തിരിച്ചു പോകും. ഇന്ന് നിബിലുട്ടി, ജാസ്മിൻകുട്ടി, ഇമ്മ, വാപ്പ അവരൊക്കെ തൂതകക്കും പോകും കേട്ടോ. അതിൻ്റെ അടുത്ത ദിവസമാണ് നമുക്ക് ഷെഫ് മോൻ്റെ എൻഗേജ്മെൻറ്റ് വരുന്നത്. അപ്പോൾ രാവിലെ നേരത്തെ നമുക്ക് പോകേണ്ടതല്ലേ. അപ്പോൾ പട്ടാമ്പിയിൽ നിന്ന് എല്ലാവരും ഒരുങ്ങിയിട്ട് വരുമ്പോഴേക്കും നേരം വൈകുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് തലേ ദിവസം അവർ തൂതയിൽ പോയിട്ട് സ്റ്റേ ചെയ്യും. ഞാൻ പെരുന്തമണ്ണൊക്കെ പോകുന്നത് കേട്ടോ. കാരണം ബസ് പോകുന്നത് നമ്മളെ വീടിൻ്റെ ആ ഭാഗത്ത് കൂടിയാണ്. അപ്പോൾ എനിക്കും കുട്ടികൾക്കും വീട്ടിൽ നിന്ന് ഒരുങ്ങാലോ. എല്ലാവരും പാടെ ഒരു ഭാഗത്ത് ഉണ്ടാകുമ്പോൾ ആകെ തിരക്കാവില്ലേ. അങ്ങനെയൊക്കെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് മാക്സിമം എല്ലാം ഊറ്റിയെടുത്തും കൊണ്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വാപ്പ വലിയൊരു വേപ്പിലിൻ്റെ കൊമ്പ് എനിക്ക് വെട്ടി തന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിത് പൈസ കൊടുത്തിട്ടാണ് വേപ്പിലൊക്കെ ഇപ്പോൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ്. അപ്പോൾ നമുക്ക് വേപ്പില കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇത് അവിടെ ഒരു വെള്ള ചെടിച്ചട്ടി കണ്ടിട്ടോ, അതൊരു ഉപയോഗമില്ലാതെ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതും കഴുകിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടുത്തെ കണ്ട് വന്നത് ബസ്സിലായിരുന്നു അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് പോണത് ഓട്ടോ വിളിച്ചിട്ടാണ്. ഓട്ടോ കാശ് മുതലാവേണ്ട പാപ്പ. പിന്നെ കണ്ടാ പിക്കപ്പ് ആയിട്ട് വിളിക്കണ്ടേ വരൂ. ഇനി പുറത്തുണ്ട് തേങ്ങ വേപ്പിലൊക്കെ ഇരിക്കുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് അവധി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകാണ് കേട്ടോ. സാധാരണ 10 ദിവസം തികച്ചിട്ടാണ് നമ്മൾ പോകാറുണ്ടായിരുന്നത്. പക്ഷേ ഷെഫ്മോൻ്റെ എൻഗേജ്മെൻ്റ് ഒക്കെ ഉള്ള കാരണം കൊണ്ട് നമുക്കെല്ലാവർക്കും പോകേണ്ട ആവശ്യം വന്നു. ഓക്കെ, പക്ഷേ സാരല്ല. നമുക്ക് ന്യൂ ഇയറിന് നമുക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഉമ്മച്ചി, നിവിലൂട്ടി, ജാസ്മിൻകുട്ടി, പിന്നെ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളും കൂടെ നമുക്ക് ന്യൂ ഇയറിന് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ.
അത് ആരാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓട്ടോ വന്നിട്ടുണ്ട്. ഓട്ടോ നമ്മൾ പെരുന്തമണ്ണ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചതാണ് കേട്ടോ. ഞാൻ സ്ഥിരം ഇവിടുന്ന് പെരുന്തമണ്ണ വിളിക്കുന്ന ഒരു പയ്യനുണ്ട്. അപ്പോൾ അവനാണ് വന്നിരിക്കുന്നത്. പിന്നെ ആപ്പ ഓട്ടോ വേണം താനും, കാരണം നമുക്ക് കുറേ ലഗേജുകൾ നമുക്ക് കൊണ്ടുപോകാനുണ്ടല്ലോ. അങ്ങനെ അപ്പോൾ നമ്മളെല്ലാവർക്കും യാത്ര പറഞ്ഞിട്ട് പോവുകയാണ്. ഇനി നമ്മൾ 2 മാസത്തെ വലിയ വെക്കേഷൻ ആയിരിക്കും തിരിച്ചു വരിക. എൻ്റെ കൂടെ ഷാനുമോനും അനുമോളും കൂടി വരുന്നുണ്ട് കേട്ടോ. അവരെ ഞാൻ പുലാമന്തോളം ഇറക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരെയും കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് സ്നേഹമൂത്ത് പ്രാന്തായവൻ. നമുക്ക് വന്ന് നോക്കട്ടെ എൻ്റെ വാപ്പനെ എത്ര വേണ്ടത്. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ബിനാസ് ഡിസൈനിൽ കയറിയിട്ട് എനിക്കവിടുന്ന് ഒരു ഷബിന ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഇത് ഷെഫ്മോൻ്റെ എൻഗേജ്മെൻറ്റിന് എനിക്കിടാനുള്ള ഡ്രസ്സിൻ്റെ ഒരു സംഗതിയാണ്. അത് ഞാൻ എൻഗേജ്മെൻറ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുലാമന്തോളം എത്തി. അപ്പോൾ അന്നമോനെയും ഷാനുമോനെയും ഒക്കെ നമ്മൾ അവിടെ ഇറക്കി കൊടുത്തു. നമ്മൾ വീണ്ടും പെരിന്തമണ്ണയ്ക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ പെരിന്തമണ്ണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ പണ്ടും നെബിലൂട്ടിയും ജാസ്മിനുട്ടിയും ഒക്കെ ഷായൊക്കെ പിന്നെ പെരിന്തമണ്ണൻ്റെ ആളാണ്. അവർക്കൊക്കെ പെരിന്തമണ്ണായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് പെരിന്തമണ്ണമായിട്ട് ഒരു അടുപ്പം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാനൊരു പെരിന്തമണ്ണക്കാരിയായി. ഇപ്പോൾ ഈ ഒരു സ്ഥലം കാണുമ്പോൾ മനസ്സിന് ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഞാൻ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ മുമ്പേ നമ്മൾ ഈ ചെടികൾക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് പോയിരുന്നത്. അപ്പോൾ എല്ലാവരും നല്ല വാടാതെ നല്ല വൃത്തിയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പോകുമ്പോൾ തന്നെ വീടൊക്കെ നല്ല നീറ്റാക്കിയിട്ടാണ് വെച്ച് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോളോട് പോകുമ്പോൾ തന്നെ പറഞ്ഞേക്കണേ, വീടൊക്കെ നല്ല നീറ്റാക്കി പോകണം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഒരു സുഖം ഉണ്ടാവുമെന്ന്. നമ്മൾ വീടൊക്കെ നല്ല നീറ്റാക്കി പോയ കാരണം കൊണ്ട് വന്ന് കയറിയപ്പോൾ തന്നെ തണുപ്പ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളെ പട്ടാമ്പി വിശേഷങ്ങളുടെ വീഡിയോ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് പുതിയ വീഡിയോകളൊക്കെ വരാനുണ്ട്. കുറേ വിശേഷങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ പുതിയ വർഷമൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പുതിയ തീരുമാനം തന്നെ ഇനി എൻ്റെ ചാനലിന് അല്ലാതെ ഞാൻ വേറെ 4 പുറത്തേക്ക് ഒന്നും നോക്കില്ല എന്നുള്ളതാണ്. പഠിച്ചവനെ അതിനെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നുമോൾക്ക് കുറേ പാർസലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓൾ പൊട്ടിച്ച് നോക്കുന്ന തിരക്കിലാണ്. നമുക്ക് ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം കേട്ടോ. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.